Hey all, welcome to iPlus Training Solutions. So today നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജൂനിയർ സയന്റിഫിക് ഓഫീസർ 2014 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിനെ ബേസ് ചെയ്തിട്ടുള്ള സോൾവ് ആയിട്ടുള്ള ആൻസർ കീസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വി ക്യാൻ ഗോ ഇൻ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓട്ടോ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ദ ഓട്ടോ അനാലിസിസ് ഇൻ ക്ലിനിക്കൽ ലബോറട്ടറി എംപ്ലോയ്, ആ ഒരു ഓട്ടോ അനാലിസിസ് ക്ലിനിക്കൽ ലബോറട്ടറീസിൽ എംപ്ലോയ് ചെയ്യുന്നത് ഏത് അനാലിസിസ് ടെക്നിക് ആണെന്നാണ്. സോ ദ ഓപ്ഷൻ എ ഇസ് കൈനറ്റിക് അനാലിസിസ്, ഓപ്ഷൻ ബി ഇസ് എൻഡ് പോയിന്റ് അനാലിസിസ്, ഓപ്ഷൻ സി ഇസ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആൻഡ് ഓപ്ഷൻ ഡി ഇസ് നൺ ഓഫ് ദി അബവ്. സോ ഇതിൽ നിങ്ങൾക്കറിയാം ദ ആൻസർ ഇസ് കൈനറ്റിക് അനാലിസിസ് ആണ്. സോ നിങ്ങൾ ഓട്ടോ അനാലിസിസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഓട്ടോ അനാലിസിസ് ഇൻ ക്ലിനിക്കൽ ലബോറട്ടറീസ് ആർ യൂസ് ടു മെഷർ ബയോകെമിക്കൽ പാരാമീറ്റേഴ്സ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിക്കൽ ആയിട്ടുള്ള സാമ്പിൾസ് സച്ച് ആസ് യൂറിൻ ആണെങ്കിലും ബ്ലഡിലാണെങ്കിലും അതിൽ നമുക്ക് ബയോകെമിക്കൽ പാരാമീറ്റേഴ്സിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ഓട്ടോ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇൻസ്ട്രുമെന്റ്സിലൂടെ നമ്മൾ കോമൺലി എംപ്ലോയ് ചെയ്യുന്ന മെത്തേഡ് കൈനറ്റിക് അനാലിസിസ് ആണ്. സോ ഈ ഒരു കൈനറ്റിക് അനാലിസിസ് എന്ന് പറയുന്ന ടെക്നിക്കിലൂടെ വി ക്യാൻ മെഷർ ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓവർ ടൈം. പിന്നെ അതേപോലെ ദിസ് മെത്തേഡ് ഇസ് യൂസ്ഫുൾ ഫോർ എൻസൈം ആക്ടിവിറ്റി എസ്സേസിന് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേർ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് അബ്സോർപ്ഷൻസ് ഓർ ഫ്ലൂറിസൻസ് നമുക്ക് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യാനും നമുക്ക് ഈ ഒരു കൈനറ്റിക് അനാലിസിസ് കൊണ്ട് പറ്റാറുണ്ട്. സോ ദാറ്റ് ഇസ് വൈ ഓട്ടോ അനാലിസിസ് ഇൻ ക്ലിനിക്കൽ ലബോറട്ടറീസ് യൂഷ്വലി എംപ്ലോയ് ദിസ് കൈനറ്റിക് അനാലിസിസ് ടെക്നിക്. ഓക്കെ, ദെൻ എന്തുകൊണ്ട് എൻഡ് പോയിന്റ് അനാലിസിസ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടില്ല, മീനിങ് ദാറ്റ് ഇസ് എ റോങ് ആൻസർ എന്ന് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് പോയിന്റ് അനാലിസിസ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ദേ നോർമലി മെഷർ ദ ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് എ പ്രോഡക്റ്റ് ആണ് ഇൻ എ ഫിക്സഡ് ടൈം. അതുകൊണ്ടാണ് അതിന് എൻഡ് പോയിന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. എപ്പോഴും നമുക്ക് അവിടുത്തെ ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് എ പ്രോഡക്റ്റ് ഒരു ഫിക്സഡ് ടൈമിൽ വെച്ച് നമുക്ക് അവിടെ മെഷർ ചെയ്യാൻ ഈ ഒരു എൻഡ് പോയിന്റ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യാറുള്ളൂ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ദിസ് ഇസ് ലെസ് യൂസ്ഫുൾ ആണ് ബിക്കോസ് ഇവിടെ ഒരു കണ്ടിന്യൂസ് മോണിറ്ററിംഗ് നമുക്ക് ചെയ്യാൻ പറ്റാറില്ല. ഓക്കെ, സോ ദാറ്റ് ഇസ് വൈ എൻഡ് പോയിന്റ് അനാലിസിസ് അവിടെ ഓപ്ഷൻ ആയിട്ട് വരാത്തത്. ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓപ്ഷൻ സി എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ദാറ്റ് ഇസ് ദേ ആർ നോർമലി ഡിറ്റർമിനിങ് ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് എ സബ്സ്റ്റൻസ് ആണ്. സോ ദാറ്റ് ഇസ് വൈ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നമുക്ക് അവിടെ ആപ്റ്റബിൾ ആയിട്ട് വരാത്തത്. ഓക്കെ, റാദർ ദാൻ അതിന്റെ കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ റിയാക്ഷൻ റേറ്റോ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഹെൽപ്പ് അവിടെ ഇല്ല. ഹിയർ നമുക്ക് കൂടുതലായിട്ടും പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് എ സബ്സ്റ്റൻസിനെ കുറിച്ചാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഒരു ഡിറ്റർമിനേഷൻ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഓട്ടോ അനാലിസിസ് ഇൻ ദ ക്ലിനിക്കൽ ലബോറട്ടറീസ് എംപ്ലോയ് കൈനറ്റിക് അനാലിസിസ് ആണ്, അനാലിസിസ് ടെക്നിക്സ് ആണ് എംപ്ലോയ് ചെയ്യാറുള്ളത്. സോ അതിലൂടെ നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ ഓവർ ടൈം കണ്ടുപിടിക്കാം. പിന്നെ അതേപോലെ തന്നെ ദാറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ എൻസൈമാറ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റി എസീസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ അബ്സോർബൻസ് ഓർ ഫ്ലൂറിസൻസ് നമുക്ക് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യാനും കൈനറ്റിക് അനാലിസിസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ദ ആൻസർ ഇസ് എ, ഓപ്ഷൻ എ, കൈനറ്റിക് അനാലിസിസ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ പ്രോപ്പർട്ടി ഓഫ് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി ഇസ് എംപ്ലോയ്ഡ് ഇൻ, ഏത് പ്രോപ്പർട്ടിയാണ് ലൈക്ക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പിയിൽ എംപ്ലോയ് ചെയ്യുന്നത്? ദ പ്രോപ്പർട്ടി ഓഫ് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി ഇസ് എംപ്ലോയ്ഡ് ഇൻ ഫ്ലൂറിമീറ്ററിലാണോ, ഫോട്ടോ ഇലക്ട്രിക് കളറിമീറ്ററിലാണോ, സ്പെക്ട്രോ ഫോട്ടോമീറ്ററിലാണോ, ഫ്ലെയിം ഫോട്ടോമീറ്ററിലാണോ? ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഫ്ലെയിം ഫോട്ടോമീറ്റർ ആണ്. സോ ഫ്ലെയിം ഫോട്ടോമീറ്റർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എമിഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എമിഷൻ സ്പെക്ട്രോസ്കോപ്പി ഇസ് നോർമലി ബേസ്ഡ് ഓൺ എ പ്രിൻസിപ്പൾ ദാറ്റ് ആറ്റംസിൽ ഒന്നെങ്കിൽ ഹീറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എനർജി സോഴ്സസോ വന്ന് എക്സൈറ്റ് ചെയ്യുകയാണെങ്കിൽ ദേ നോർമലി എമിറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള വേവ് ലെങ്ത് അവർ എമിറ്റ് ചെയ്യും. സോ ദിസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി സ്പെസിഫിക്കലി കാണിക്കുന്നത് അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നത് ഫ്ലെയിം ഫോട്ടോമീറ്റർ ആണ്. ഓക്കെ, സോ അവിടെ ഏത് നമ്മൾ മെറ്റൽ അയോൺസ് ആയിട്ടുള്ള സോഡിയമോ പൊട്ടാസ്യമോ അല്ലെങ്കിൽ കാൽഷ്യം, ലിഥിയം ഏതൊരാളെ വെച്ച് നമ്മൾ ഒരു ഫ്ലെയിമിലോ ഏതിലെങ്കിലും വെച്ച് നമ്മൾ ഹീറ്റോ എന്ത് വെച്ച് എക്സൈറ്റ് ചെയ്യിച്ചാലും ദേ എമിറ്റഡ് ലൈറ്റ് ഇസ് മെഷേർഡ് ആൻഡ് ക്യാൻ ഡിറ്റർമിൻ ദെയർ കോൺസെൻട്രേഷൻ ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം ഫോട്ടോമീറ്റർ എന്നൊരു ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് ചൂസ് ആവുന്നത്. ഓക്കെ, എന്തുകൊണ്ട് ഫ്ലൂറിമെട്രി, ഫോട്ടോ ഇലക്ട്രിക് കളറിമെട്രി ഓർ സ്പെക്ട്രോ ഫോട്ടോമീറ്റർ ചൂസ് ആവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലൂറിമീറ്റർ നിങ്ങൾക്കറിയാം ഫ്ലൂറിമീറ്റർ നോർമലി വർക്ക്സ് ഓൺ ദ പ്രസൻസ് ഓഫ് ഫ്ലൂറിസെൻസിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ വി ക്യാൻ വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ദ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ സബ്സിക്വന്റ് എമിഷൻ ഓഫ് ലൈറ്റ് അറ്റ് എ ലോങ്ങർ വേവ് ലെങ്തിൽ കൂടെയാണ് നമുക്കതിനെ
നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റാറുള്ളത്. ഓക്കെ, സോ ഫ്ലൂറിമീട്രി യൂസസ് ഫ്ലൂറസെൻസ് ആണ് ആൻഡ് വിച്ച് ഇസ് നോർമലി ബേസ്ഡ് ഓൺ ദ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ സബ്സിക്വന്റ് എമിഷൻ ഓഫ് ലോങ്ങർ വേവ് ലെങ്തിനെ ബേസ് ചെയ്തിട്ടാണ് ഫ്ലൂറിമെട്രി വർക്ക് ചെയ്യുന്നത്. ഇനി ഫോട്ടോ ഇലക്ട്രിക് കളറിമീറ്റർ എന്ന് പറയുന്നതാണെങ്കിൽ ദേ നോർമലി മെഷർ ദ ലൈറ്റ് അബ്സോർപ്ഷനെ മാത്രമേ അവിടെ ലൈക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അവിടെ ലൈക്ക് എമിഷനെ പറ്റിയിട്ടൊരു മെഷർമെന്റ് കൊടുക്കാൻ വേണ്ടി പറ്റാറില്ല. ഓക്കെ, ദെൻ ദ സി ഓപ്ഷൻ സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറയുന്നത്, അതിലും നമുക്ക് ലൈറ്റ് അബ്സോർപ്ഷനെ കുറിച്ചുള്ള മെഷർമെന്റേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ ഓഫ് ഡിഫറെന്റ് വേവ് ലെങ്ത് ബട്ട് നോട്ട് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ എമിഷൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല. സോ ദാറ്റ് ഇസ് ഹൗ ദ ആൻസർ ഫ്ലെയിം ഫോട്ടോമീറ്റർ വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഫ്ലെയിം ഫോട്ടോമെട്രി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇറ്റ് ഡയറക്ട്ലി എംപ്ലോയ്സ് ദ എമിഷൻ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് അതിനെ പറ്റിയുള്ള എലമെന്റ്സിനെയൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ തേർഡ് വൺ, there's the normal range of specific gravity of urine. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ എസ് ജി ആണ് പറയുന്നത്. നിങ്ങൾക്കറിയാം എസ് ജി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഇസ് ദ മെഷർ ഓഫ് യൂറിൻ കോൺസെൻട്രേഷന്റെ ഒരു മെഷർമെന്റിനെയാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വി ക്യാൻ ലുക്ക് ഇൻ ടു കിഡ്നിയുടെ ഒരു ഇൻഡിക്കേറ്റിംഗ് ദ കിഡ്നീസ് എബിലിറ്റി ടു കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ ഡയല്യൂട്ട് യൂറിൻ ആണോ കൊണ്ടുവരുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ളൊരു റേഞ്ച് ആണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നോർമൽ എസ് ജി എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ദാറ്റ് ഇസ് the normal range of SG normally falls in between 1.005 to 1.030 എന്ന റേഞ്ച് ആണ് നോർമലി നമ്മൾ പറയാറുള്ളത്. സോ ഇതിൽ നോർമൽ റേഞ്ച് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആയിട്ട് കൊടുത്തിട്ടുള്ളത് 1.000 to 1.020 ആണ്. ഓപ്ഷൻ ബി 1.015 to 1.025 ആണ്. ഓപ്ഷൻ സി 0.510 to 0.910 ആണ്. ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 1.310 to 1.415 ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതിൽ ആൻസർ പ്രോബബ്ലി വരുന്നത് നമ്മൾ പറഞ്ഞു, ദ നോർമൽ റേഞ്ച് ഓഫ് എസ് ജി ഓഫ് യൂറിൻ ഫാൾസ് ഇൻ ബിറ്റ്വീൻ 1.005 to 1.030 എന്നൊരു റേഷ്യോ ആണ് നമ്മൾ പറഞ്ഞത്. സോ അത് നോർമലി വരുന്നത് ഈ ഒരു ബി ഓപ്ഷനിലാണ് വരുന്നത്. സോ ദ ആൻസർ ഇസ് 1.015 to 1.025 എന്നൊരു റേഷ്യോയിലാണ് നമുക്ക് വരുന്നുണ്ടാവുക. സോ ദ ആവറേജ് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ലോവർ ദാൻ നോർമൽ എസ് ജി ആണെങ്കിൽ ദാറ്റ് വിൽ സജസ്റ്റ് ഓവർ ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഡയബറ്റിസ് ഇൻസിഡിപ്പിഡസോ അല്ലെങ്കിൽ കിഡ്നി ഡിസ്ഫങ്ഷൻസിനൊക്കെ ആയിരിക്കും കാരണമാവുന്നത്. ഹയർ ദാൻ നോർമൽ എസ് ജി ആണെങ്കിൽ ദാറ്റ് വിൽ ബി നോർമലി സജസ്റ്റിംഗ് ദാറ്റ് യു ഹാവ് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് യൂറിൻ ഉണ്ട്, അല്ലെങ്കിൽ ദാറ്റ് വിൽ നീഡ് ടു ഡയബറ്റിസ് മെലിറ്റസ് എന്നൊരു കാര്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ്. ദെൻ ഓപ്ഷൻ എ എന്ന് പറയുന്ന റീസണിൽ നോക്കുകയാണെങ്കിൽ 1.000 to 1.20 എന്ന് പറയുന്നത് ദാറ്റ് നോർമലി ഇൻഡിക്കേറ്റ്സ് പ്യുവർ വാട്ടറിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റാറുണ്ട്. ആൻഡ് ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഹിയർ ആ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ എസ് ജി കനോട്ട് ബി ബിലോ 1.00 ആണ്. ആൻഡ് ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ടു ഹൈ ആയിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സോ ഇതിൽ നിന്ന് പറയുമ്പോൾ അൺറിയലിസ്റ്റിക് അല്ലെങ്കിൽ ഹ്യൂമൻ യൂറിനിൽ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ആ ഒരു ഡി ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ദ നോർമൽ എസ് ഡി റേഞ്ചസ് ഫ്രം 1.015 to 1.025 ആണ് വരുന്നത്. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാൻ ഡി ബർഗ് റിയാക്ഷൻ ഇസ് യൂസ്ഡ് ഫോർ ദ അനാലിസിസ് ഓഫ്, ഏതാണ് വാൻ ഡി ബർഗ് റിയാക്ഷനിൽ അനാലിസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്? ബിലിറുബിൻ ആണോ, കാൽഷ്യം ആണോ, ട്രാൻസമിനേസ് ആണോ, പ്രോത്രോംബിൻ ആണോ? യു ഗൈസ് നോ ദ ആൻസർ ഇസ് ബിലിറുബിൻ ആണ്. ഓക്കെ, സോ വാൻ ഡി ബർഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബയോകെമിക്കൽ ടെസ്റ്റ് ആണ് വിച്ച് ഇസ് യൂസ് ടു ഡിറ്റക്ട് അല്ലെങ്കിൽ മെഷർ ദ ബിലിറുബിൻ ലെവൽ. നമ്മുടെ ബിലിറുബിൻ ലെവൽസ്, ബ്ലഡിലുള്ള ബിലിറുബിന്റെ ലെവൽസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബയോകെമിക്കൽ ടെസ്റ്റ് ആണ് ഈ ഒരു വാൻ ഡി ബർഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഒന്നെങ്കിൽ ഒരു ഡയറക്റ്റ് ബിലിറുബിൻ ആണോ, അത് പറഞ്ഞാൽ കോൺജുഗേറ്റഡ് ബിലിറുബിൻ ആണോ, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് അത് പറഞ്ഞാൽ അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ ആണോ എന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റിയാക്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഈ റിയാക്ഷനിലൂടെ നമുക്ക് പെട്ടെന്ന് വിച്ച് ഇസ് ഹെൽപ്സ് ടു ഡയഗ്നോസ് ലിവർ ഡിസീസസ് ലൈക്ക് ജോണ്ടിസ് ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇൻ ദിസ് ടെസ്റ്റ് ബിലിറുബിനെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വിൽ ബി റിയാക്ടിങ് വിത്ത്
സൾഫാലിക് ആസിഡ്, അതൊരു സൾഫാലിക് ആസിഡുമായിട്ട് സൾഫാനിലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യിക്കും. സോ ദേ നോർമലി പ്രൊഡ്യൂസ് എ കളേർഡ് കോമ്പൗണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഡയറക്റ്റ് ആയിട്ടുള്ള ബിലിറുബിൻ ആണ് ഉള്ളതെങ്കിൽ, അവിടെ റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ദേ വിൽ നോർമലി ഗിവ് എ പോസിറ്റീവ് ടെസ്റ്റ് കൊടുക്കും. അതേപോലെ ഇൻഡയറക്റ്റ് ബിലിറുബിൻ ആണ്, വാട്ടർ ഇൻസോളിബിൾ ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ബിലിറുബിൻ ആണ് ഉള്ളതെങ്കിൽ ദാറ്റ് ഈസ് റിക്വയർ ദ എഡീഷൻ ഓഫ് ആൽക്കഹോൾ വെച്ച് നമ്മൾ അതിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് വിൽ ഗിവ് എ ഡിലേഡ് ആയിട്ടുള്ള ഒരു ഇൻഡയറക്റ്റ് റിയാക്ഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവാം. സോ ദാറ്റ് ഇസ് ഹൗ ദ വാൻ ഡി ബർഗ് റിയാക്ഷൻ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. സോ വാൻ ഡി ബർഗ് റിയാക്ഷൻ ഇസ് നോർമലി യൂസ്ഡ് ഫോർ ദ അനാലിസിസ് ഓഫ് ബിലിറുബിൻ ലെവൽസ് മനസ്സിലാക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, വൈ നോട്ട് കാൽഷ്യം അല്ലെങ്കിൽ ട്രാൻസമിനേസ് അല്ലെങ്കിൽ പ്രോത്രോംബിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്ഷൻ ബി കാൽഷ്യം നോക്കുകയാണെങ്കിൽ കാൽഷ്യത്തിന് നമ്മൾ നോർമലി മെഷേർഡ് യൂസിങ് ദ ടെസ്റ്റ് ലൈക്ക് അരസിനാസോ 3 എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ ആറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽഷ്യത്തിന് അനലൈസ് ചെയ്യാറുള്ളത്. പിന്നെ അതേപോലെ ട്രാൻസമിനേസ് എന്ന് പറയുന്ന ഓപ്ഷൻ സി മെഷേർഡ് യൂസിങ് എൻസൈം ആക്ടിവിറ്റി എസ്സേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്, നോട്ട് വാൻ ഡി ബർഗ് ആണ്. പിന്നെ അതേപോലെ പ്രോത്രോംബിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി നമ്മൾ നോർമലി അസസ്ഡ് യൂസിങ് പ്രോത്രോംബിൻ PT ടൈം എന്നൊരു സെക്ഷൻ ഉണ്ട്. ആ ഒരു നമ്മൾ ക്ലോട്ടിംഗ് ടൈമിലൊക്കെയാണ് നമ്മൾ ഈ ഒരു PT പറയാറുള്ളത്. സോ ഈ ഒരു PT ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് പ്രോത്രോംബിനെ നമ്മൾ അനലൈസ് ചെയ്യാറുള്ളത്, നോട്ട് ദിസ് വാൻ ഡി ബർഗ് ടെസ്റ്റ്. സോ വാൻ ഡി ബർഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിച്ച് വെക്കുക, ദാറ്റ് ഇസ് ബിലിറുബിൻ എന്നൊരു അനാലിസിസ്, ബിലിറുബിന്റെ അനാലിസിസിനെ സ്പെസിഫിക്കലി യൂസ് ചെയ്യുന്ന ആളാണ് വാൻ ഡി ബർഗ് റിയാക്ഷൻ. Hope that is clear for you. Okay, then the next question, one letter code for an amino acid that is optically inactive. ഇതിൽ optically inactive ആയിട്ടുള്ള ആള്, one letter code for an amino acid is what എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ദ ഓപ്ഷൻ എ G ആണ്, ഓപ്ഷൻ ബി S ആണ്, ഓപ്ഷൻ സി A ആണ്, ഓപ്ഷൻ ഡി E ആണ്. സോ ഓപ്ഷൻ എ G ആണ്. G എന്ന് പറയുന്നത് നമുക്കറിയാം, ദാറ്റ് ഇസ് G സ്റ്റാൻഡ്സ് ഫോർ ഗ്ലൈസീൻ ആണ്. ആൻഡ് ഓപ്ഷൻ ബി S എന്ന് പറഞ്ഞിട്ടുള്ളത് സെറീൻ ആണ്. ആൻഡ് ഓപ്ഷൻ സി A എന്ന് പറഞ്ഞിട്ടുള്ളത് എലാനിൻ ആണ്. ഓപ്ഷൻ ഡി E എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ വരുന്നത് ദാറ്റ് ഇസ് ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. സോ ഇതിൽ വൺ ലെറ്റർ കോഡ് ഫോർ എൻ അമിനോ ആസിഡ് ദാറ്റ് ഇസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്കറിയാം ദാറ്റ് ഇസ് ദ ഓൺലി വൺ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് ഓപ്ഷൻ എ G ആണ്, ദാറ്റ് ഇസ് ഗ്ലൈസീൻ ആണ്. ഓക്കെ, സോ ഓപ്ഷൻ എ ഗ്ലൈസീൻ ഇസ് ദ ഓൺലി ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് അമിനോ ആസിഡ്, അത് എപ്പോഴും ഓർത്ത് വെക്കണം. ആൻഡ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ്സിന് എന്തായിരിക്കും പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ഹാവ് എ കൈറാൽ കാർബൺ, ഒരു കൈറാൽ കാർബൺ ഉണ്ടാവും, ദാറ്റ് ഇസ് മീനിങ് 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിരിക്കും ആ കൈറൽ കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, സോ ഗ്ലൈസീൻ ആണ് ദ ഓൺലി അമിനോ ആസിഡ് ദാറ്റ് ഇസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്, ബിക്കോസ് അവരുടെ R ഗ്രൂപ്പിൽ ഒരു ഹൈഡ്രജൻ ആറ്റം ആണുള്ളത്, മേക്കിംഗ് ഇറ്റ് ആസ് എ ആൽഫ കാർബൺ കൈറാൽ ആക്കി മാറ്റുകയാണ് ചെയ്യാറ്. ഓക്കെ, സോ ദ അതർ അമിനോ ആസിഡ്സ് ആയിട്ടുള്ള S, A, E അവരൊക്കെ എന്താണ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, ബിക്കോസ് ദേ ഹാവ് എ കൈറാൽ സെന്റേഴ്സ് ആണ് അവർക്ക് ഉണ്ടാവാറുള്ളത്. ഓക്കെ, സോ ഇനിയിപ്പോ ക്വസ്റ്റ്യൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സേ S, E ആൻഡ് A നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. സോ ദ ആൻസർ വിൽ ബി ഗ്ലൈസീൻ. G ആയിട്ടുള്ള ഓപ്ഷൻ A ഗ്ലൈസീൻ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, then the next question നോക്കാം. In RIA, the factor that is present in limiting quantities is. RIA എന്ന് പറയുന്നതിൽ the factor that is present in limiting quantities ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. That is option A labeled antigen, option B antigen, option C antibody and option D none of the above. So ഇതിൽ ഏതാണ് limiting qualitiesൽ present ആയിട്ടുള്ളത്? സോ RIA എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ദാറ്റ് ഇസ് റേഡിയോ ആക്റ്റീവ് അല്ലെങ്കിൽ റേഡിയോ ഇമ്മ്യൂണോ എസ്സേ എന്നാണ് നമ്മൾ RIA എന്ന് പറയാം. സോ RIA എന്ന് പറയുന്ന ടെക്നിക്കിൽ ദ ഫാക്ടർ ദാറ്റ് ഇസ് പ്രസന്റ് ഇൻ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ്, ഒന്നെങ്കിൽ ലേബിൾഡ് ആന്റിജൻ ആണോ, അല്ലെങ്കിൽ ആന്റിജൻ ആണോ, അല്ലെങ്കിൽ ആന്റിബോഡി ആണോ, ഓർ നൺ ഓഫ് ദി അബവ് ആണോ? ദ ആൻസർ ഇസ് ആന്റിബോഡി ആണ്. ഓക്കെ, സോ ദ ആൻസർ ഇസ് ആന്റിബോഡി. സോ RIA എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് റേഡിയോ ഇമ്മ്യൂണോ എസ്സേ ആണ്. ദാറ്റ് ഇസ് എ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ലബോറട്ടറി ടെക്നിക്കാണ്, വിച്ച് ഇസ് നോർമലി യൂസ്ഡ് ഫോർ സ്മോൾ എമൗണ്ട് ഓഫ് ബയോളജിക്കൽ സബ്സ്റ്റൻസസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്യുക. സച്ച് ആസ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോർമോൺസിനെയോ അല്ലെങ്കിൽ ഡ്രഗ്സിനെയോ പ്രോട്ടീൻ സാമ്പിൾസിനെയോ ഒക്കെ നമുക്കൊരു സാമ്പിളിൽ നിന്ന് നമുക്ക് ആ ഒരു അവരുടെ ഒരു എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അവരുടെ ആ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ബയോളജിക്കൽ സബ്സ്റ്റൻസുകളെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ്
യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് RIA എന്ന് പറയുന്നത്. സോ ദേ നോർമലി വർക്ക് ഓൺ എ പ്രിൻസിപ്പിൾ, ഒരു പ്രിൻസിപ്പിളിലാണ് ഈ ഒരു RIA വർക്ക് ചെയ്യാറുള്ളത്. ദാറ്റ് ഈസ് ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ എന്നൊരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് അത് നോർമലി വർക്ക് ചെയ്യാറുള്ളത്. ഓക്കെ, ആൻഡ് ഓൾസോ ദേ ക്യാൻ യൂസ് റേഡിയോ ആക്റ്റീവ് ലേബിൾഡ് ആന്റിജൻസും യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു ആന്റിജന്റെ കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റാറുണ്ട്. സോ അവിടെ നമ്മൾ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആയിട്ട് ഒരു ലിമിറ്റിംഗ് ക്വാണ്ടിറ്റീസിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ആന്റിബോഡീസിനെയാണ്. ഓക്കെ, സോ RIAയിൽ ആന്റിബോഡി ഇസ് പ്രസന്റ് ഇൻ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ് ആണ്, അതെപ്പോഴും ഓർത്ത് വെക്കുക. സോ ദാറ്റ് ഇസ് നോർമലി ഹെൽപ്പിംഗ് ദം ഫോർ ആ ഒരു എസ്സേന്റെ സ്പെസിഫിസിറ്റിക്കും അതേപോലെ സെൻസിറ്റിവിറ്റിക്കും ക്രൂഷ്യൽ ആയിട്ട് അവിടെ ലിമിറ്റഡ് ആന്റിബോഡി ഉപയോഗിക്കുന്നു എന്നതാണ് അവിടുത്തെ ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വൈ നോട്ട് ലേബിൾഡ് ആന്റിജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേബിൾഡ് ആന്റിജൻ എന്ന് വെച്ചാൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് പ്രസന്റ് ഇൻ എക്സസ്, അല്ലെങ്കിൽ അവർ എക്സസ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ ദേ നോർമലി അലൗ കോമ്പറ്റീഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആന്റിജൻ ആണെങ്കിൽ, അല്ലെങ്കിൽ അൺലേബിൾഡ് ആയിട്ടുള്ള ഒരു ആന്റിജൻ എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി നോർമലി ലൈക്ക് കോമ്പീറ്റിംഗ് വിത്ത് ദ ലേബിൾഡ് ആന്റിജനുമായിട്ട് ബൈൻഡ് ചെയ്ത് അവിടെ ഉണ്ടാക്കും, ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കും ചെയ്യും. അപ്പം ഓപ്ഷൻ സി ആയിട്ടുള്ള ആന്റിബോഡി ആണ് എന്തുകൊണ്ടും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് എ ലിമിറ്റിംഗ് ഫാക്ടർ ബിക്കോസ് ദേ സെലക്റ്റീവ്ലി ബൈൻഡ് വിത്ത് ഒന്നെങ്കിൽ ലേബിൾഡോ അല്ലെങ്കിൽ അൺലേബിൾഡ് ആയിട്ടുള്ള ആന്റിജനോ ഒരു കൺട്രോൾ മാനറിലായിരിക്കും ഇവർ പോയി ബൈൻഡ് ചെയ്യുന്നുണ്ടാവുക. സോ ദ ലിമിറ്റിംഗ് ക്വാണ്ടിറ്റീസിൽ നമുക്ക് RIAയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ആന്റിബോഡീസ് ആണ്. ഓക്കെ, then the next question നമുക്ക് നോക്കാം. The 9th one, that is PAS എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം പീരിയോഡിക് ആസിഡ് ഷിഫ്റ്റ് സ്റ്റെയിൻ എന്നാണ് നമ്മൾ അതിനെ പറയാറ്. സോ PAS സ്റ്റെയിൻ ഇസ് യൂസ്ഡ് ഇൻ ഇലക്ട്രോഫോറസിസ് ഓർ ദ ഡിറ്റക്ഷൻ ഓഫ്, എന്തിനാണ് നമ്മൾ PAS സ്റ്റെയിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓക്കെ, DNA എൻഹാൻസ് ചെയ്യിക്കാനാണോ, അല്ലെങ്കിൽ ടു ഡിറ്റക്ട് DNA ആണോ, അല്ലെങ്കിൽ ഗ്ലൈക്കോപ്രോട്ടീൻസിനെ ആണോ, അല്ലെങ്കിൽ RNA ആണോ, അല്ലെങ്കിൽ ലിപ്പോപ്രോട്ടീൻസിനെ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. സോ ദ ആൻസർ ഇസ് ഗ്ലൈക്കോപ്രോട്ടീൻസ് ആണ് ദ ആൻസർ വരുന്നത്. സോ PAS എന്ന് പറയുന്ന പീരിയോഡിക് ആസിഡ് ഷിഫ്റ്റ് സ്റ്റെയിൻ എന്ന് പറയുന്നത് നോർമലി അതൊരു ലൈക്ക് ഒരു കാർബോഹൈഡ്രേറ്റിനെയോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള കോമ്പോണൻസിനെ സ്റ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ ഡിറ്റക്ട് ചെയ്യാനും എടുക്കുന്ന ഒരു സ്റ്റെയിനിങ് ടെക്നിക്കാണ് ഈ ഒരു പീരിയോഡിക് ആസിഡ് ഷിഫ്റ്റ് എന്ന് പറയുന്ന സ്റ്റെയിന്. സോ ദാറ്റ് ഈസ് എ ഹിസ്റ്റോകെമിക്കൽ സ്റ്റെയിനിങ് ടെക്നിക്കാണ് വിച്ച് ഇസ് നോർമലി യൂസ് ടു ഡിറ്റക്ട് ദ കാർബോഹൈഡ്രേറ്റ് ഓർ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള കോമ്പോണൻസ് ആയിട്ട്. അപ്പൊ നിങ്ങൾക്കറിയാം ഗ്ലൈക്കോപ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഒരു ഗ്ലൈക്കോജൻ അല്ലെങ്കിൽ മോണോപോളിസാക്രൈഡ് അല്ലെങ്കിൽ ഗ്ലൈക്കോപ്രോട്ടീൻസ് എന്ന് പറയുന്നത് നോർമലി ഒരു കാർബോഹൈഡ്രേറ്റ് or കാർബോഹൈഡ്രേറ്റ് റിച്ച് കോമ്പോണന്റ് ആണ്. ഓക്കെ, സോ ദേ വെൻ റിയാക്ട് വിത്ത് ദ ഷിഫ്റ്റ് റിയേജന്റുമായിട്ട് ഇവർ റിയാക്ട് ചെയ്യുമ്പോൾ ദേ നോർമലി പ്രൊഡ്യൂസേഴ്സ് എ മജന്ത അല്ലെങ്കിൽ ഒരു പിങ്ക് പേർപ്പിൾ കളറാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കാം. ഓക്കെ, സോ ദാറ്റ് ഇസ് വൈ ദ ഓപ്ഷൻ ബി ഗ്ലൈക്കോപ്രോട്ടീൻ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ വൈ നോട്ട് A, C ആൻഡ് D എന്ന് നോക്കാം. എ എന്ന് പറയുന്ന ഓപ്ഷനിൽ DNA ആണ് നിങ്ങൾ കാണുന്നത്. സോ DNA ആണെങ്കിലും RNA ആണെങ്കിലും അവർ ന്യൂക്ലിക് ആസിഡ്സ് ആണ്. സോ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഡു നോട്ട് കണ്ടെയ്ൻ കാർബോഹൈഡ്രേറ്റ് സ്ട്രക്ചേഴ്സ് ഒന്നും ഇവരിൽ ഇല്ല. സോ ദേ ആർ നോട്ട് ദേ ആർ നോട്ട് ബീങ് ടാർഗറ്റഡ് ബൈ PAS സ്റ്റെയിൻസ് ആണ്. പിന്നെ അതേപോലെ തന്നെ ലിപ്പോപ്രോട്ടീന്റെ കേസ് നോക്കുകയാണെങ്കിൽ ദേ മെയിൻലി കൺസിസ്റ്റ് ഓഫ് ലിപ്പിഡ്സും പ്രോട്ടീൻസും ആണ് വിച്ച് ആർ നോട്ട് ഡിറ്റക്റ്റഡ് ബൈ PAS സ്റ്റെയിൻസ് ആണ്. ഓക്കെ, സോ ഓൾ ടുഗെദർ നമ്മൾ പറയുകയാണെങ്കിൽ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ഗ്ലൈക്കോപ്രോട്ടീൻ. വേർ PAS സ്റ്റെയിനിങ് ഇസ് കോമൺലി യൂസ്ഡ് ഇൻ ഇലക്ട്രോഫോറസിസ് അല്ലെങ്കിൽ ഹിസ്റ്റോളജിയിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് ഗ്ലൈക്കോപ്രോട്ടീൻസിനെ മോണോപോളിസാക്രൈഡ്സിനെ ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഒരു ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, then the next question is statins ആണ്. ഓക്കെ, statins എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം the statins is used for the treatment of histochemical the statins is used for the treatment of hypercholesteremia exhibit. ഇതിൽ ഏതൊരു കാര്യമാണ് അവർ എക്സിബിറ്റ് ചെയ്യുന്നത്? കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണോ, അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണോ, നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണോ, ഓർ നൺ ഓഫ് ദി അബവ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദ ആൻസർ ഇസ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. സോ ഹൈപ്പർ കൊളസ്ട്രീമിയയിൽ നമുക്കറിയാം ഹൈപ്പർ കൊളസ്ട്രോലീമിയ എന്നുള്ള ഒരു ട്രീറ്റ്മെന്റിൽ നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ലൈക്ക് ഒരു ഹൈ കൊളസ്ട്രോൾ ലെവൽ വരുന്ന സമയത്ത് ദ ഡ്രഗ് ദാറ്റ് ഇസ് യൂസ് ടു ട്രീറ്റ് ദ ഹൈപ്പർ കൊളസ്ട്രീമിയ സ്റ്റാറ്റിൻസ് ആണ്. ഓക്കെ, സോ ദ ഡ്രഗ് ദാറ്റ് ഇസ് നോർമലി യൂസ് ടു ട്രീറ്റ് ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്ന് പറയുന്ന ആ ഒരു ഹൈ കൊളസ്ട്രോൾ ലെവലിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിൻ ആണ്. പല ടൈപ്പ് സ്റ്റാറ്റിൻസ് ഉണ്ട്. ദാറ്റ് ഈസ്
എട്രോവാസ്റ്റാസ്റ്റിൻ ഉണ്ട്, സിംവാസ്റ്റാസ്റ്റിൻ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് സ്റ്റാറ്റിൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ സ്റ്റാറ്റിൻസിന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വർക്ക് ബൈ കോമ്പറ്റേറ്റീവ്ലി, നമുക്കറിയാം കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണ് അവർ എക്സിബിറ്റ് ചെയ്യുന്നത്. അവർ കോമ്പറ്റേറ്റീവ്ലി ആ ഒരു ഇൻഹിബിറ്റ് ചെയ്യും. നമ്മുടെ അവിടെ ഒരു എൻസൈം ഉണ്ട്, HMG കോ എൻസൈം റിഡക്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. അപ്പം ഈ ഒരു എൻസൈമിനെ അവർ എന്ത് ചെയ്യും, സ്റ്റാറ്റിൻസ് പോയിട്ട് ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുക, കോമ്പറ്റേറ്റീവ്ലി ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുക, വിച്ച് ഇസ് എ റേറ്റ് ലിമിറ്റിംഗ് എൻസൈം ഇൻ കൊളസ്ട്രോൾ സിന്തസിസ് ആണ്. ദാറ്റ് ഇസ് HMG കോ എൻസൈം റിഡക്ടേസ് എന്ന് പറയുന്ന ആ ഒരു എൻസൈമിനെ അവർ പോയിട്ട് ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഇസ് വൈ സ്റ്റാറ്റിൻസ് ഇസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഹൈപ്പർ കൊളസ്ട്രീമിയ, ദാറ്റ് ഇസ് ഹൈ കൊളസ്ട്രോൾ ട്രീറ്റ്മെന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, വിച്ച് നോർമലി ഇൻഹിബിറ്റ് ലൈക്ക് എക്സിബിറ്റ് ദിസ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ മെത്തേഡ് ആണ് അവിടെ എക്സിബിറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇൻഹിബിറ്റർ ആയിട്ടുള്ള സ്റ്റാറ്റിൻസ് നോർമലി കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ അവർ പോയിട്ട് ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈം, ആ ഒരു എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്യുക. സോ ദാറ്റ് വിൽ ബി കോമ്പറ്റേറ്റിംഗ് വിത്ത് നാച്ചുറൽ സബ്സ്ട്രേറ്റുമായിട്ട് അവിടെ കോമ്പീറ്റ് ചെയ്യും. അങ്ങനെ ദാറ്റ് വിൽ നോർമലി റെഡ്യൂസസ് ദ എൻസൈം ആക്ടിവിറ്റി, അല്ലെങ്കിൽ ലോവർ കൊളസ്ട്രോൾ പ്രൊഡക്ഷനിലേക്ക് അത് എക്സിബിറ്റ് ചെയ്യാണ് ചെയ്യാറ്. സോ ദാറ്റ് ഇസ് ഹൗ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ വർക്ക്. സോ നിങ്ങൾ എപ്പോഴും ആലോചിച്ച് വെക്കേണ്ടത് ഈ ഒരു ഇൻഹിബിറ്റർ ആയിട്ടുള്ള സ്റ്റാറ്റിൻസ് നോർമലി ബൈൻഡ് ടു ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈം ആണ്. ദാറ്റ് ഇസ് കോമ്പറ്റേറ്റിംഗ് വിത്ത് നാച്ചുറൽ സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള HMG കോ എൻസൈമുമായിട്ട് അവിടെ ബൈൻഡ് ചെയ്ത് അവിടെ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണ് അവിടെ നടത്താറുള്ളത്. ഓക്കെ, ദെൻ വൈ നോട്ട് അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ അല്ലെങ്കിൽ നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് നോക്കുകയാണെങ്കിൽ, അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ബിയിൽ നിങ്ങൾക്കറിയാം, അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ഇസ് ഒക്കറിംഗ് വെൻ ദ ഇൻഹിബിറ്റർ ബൈൻഡ് ടു ദ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ബട്ട് നോട്ട് ഇൻ കേസ് ഓഫ് സ്റ്റാറ്റിൻസ് ആണ്. ഓക്കെ, അവിടെ കൂടുതലായിട്ടും അവിടെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിലാണ് അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് വർക്ക് ചെയ്യാറുള്ളത്. നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ കൂടുതലായിട്ടും ലൈക്ക് ഇൻഹിബിറ്റർ വിൽ ബൈൻഡ് ഓൺ ടു ദ അലോസ്റ്റെറിക് സൈറ്റിലേക്കാണ് നോൺ കോമ്പറ്റേറ്റീവിൽ ബൈൻഡ് ചെയ്യാറുള്ളത്, വിച്ച് ഇസ് നോട്ട് ഹൗ ദ സ്റ്റാറ്റിൻസ് വർക്ക്. സോ അത് രണ്ടും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ എ ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണ് നമ്മൾ നോർമലി എക്സിബിറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, that is dash is an inhibitor of electron transport chain, ETC cycles പഠിച്ചിട്ടുള്ളവർക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതാണ്. that is dash is a inhibitor of the electron transport chain. So the answer is option A streptomycin ഉണ്ട്, option B antimycin ഉണ്ട്, option C cyanide ഉണ്ട്, option D Presidium A ഉണ്ട്. So the answer is normally ഓപ്ഷൻ എ ആയിട്ടുള്ള സ്ട്രെപ്റ്റോമൈസിൻ ആണ് ദ ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ എ സ്ട്രെപ്റ്റോമൈസിൻ ആണ് ആൻസർ. സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുമ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഡാഷ് ഇസ് നോട്ട് ആൻ ഇൻഹിബിറ്റർ ഓഫ് എൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്നാണ്. നോട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്, ETCയുടെ ഇൻഹിബിറ്റർ അല്ലാത്ത ആളാരാന്നാണ്. ആന്റിമൈസിൻ എ ഒരു ഇൻഹിബിറ്റർ ആണ്, സയനൈഡ് ഒരു ഇൻഹിബിറ്റർ ആണ്, പെർസിഡിയൻ എയും ഒരു ഇൻഹിബിറ്റർ ആണ്. സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ദാറ്റ് ഇസ് പ്രൈമർലി ആൻ ആന്റിബയോട്ടിക് ആയിട്ട് വരുന്ന ഒരാളാണ്, വിച്ച് നോർമലി ഇൻഹിബിറ്റ് ദ ബാക്ടീരിയൽ പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് മെയിൻലി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 30S റൈബോസോം സബ് യൂണിറ്റിൽ ഇലക്ട്രോൺ ആ ഒരു 30S റൈബോസോമൽ ആയിട്ടുള്ള സബ് യൂണിറ്റിനെ ഇൻഹിബിറ്റ് ചെയ്യുകയും അവിടുത്തെ ബാക്ടീരിയൽ പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളാണ് സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്നത്. സോ മേജർലി സ്ട്രെപ്റ്റോമൈസിൻ ഇസ് പ്രൈമർലി that is an antibiotic which is normally inhibiting the bacterial protein synthesis, that is majorly targeting on the 30S ribosome subunit-നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അവരവിടെ ഇൻഹിബിഷൻ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടാവുക. they are not involving in the ETC. ഓക്കെ, ETCയിൽ ഇൻവോൾവ് ചെയ്യുന്ന അടുത്ത ആൾക്കാരാണ്, ദാറ്റ് ഇസ് ആൾക്കാരാണ് നമ്മുടെ ആന്റിമൈസിൻ എ, സയനൈഡ് ആൻഡ് പെർസിഡിയൻ എ എന്ന് പറയുന്നത്. സോ പെർസിഡിയൻ എ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നമുക്കറിയാം ദാറ്റ് ഇസ് ആൻ ഇൻഹിബിറ്റർ ഓഫ് കോംപ്ലക്സ് 1 ആയിട്ടുള്ള NADH ഡീഹൈഡ്രോജിനേസ് ETCയിലുള്ള ഒരു ആളാണ്. സോ നമ്മുടെ കോംപ്ലക്സ് 1നെയാണ് അവിടെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ആന്റിമൈസിൻ ദാറ്റ് ഇസ് ഓപ്ഷൻ ബി ആയിട്ട് വരുന്ന ആന്റിമൈസിൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഇൻഹിബിറ്റിംഗ് ദ കോംപ്ലക്സ് 3 ഓഫ് ETCനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളാണ്. ആൻഡ് സയനൈഡ് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോർമലി ഇൻഹിബിറ്റിംഗ് ദ കോംപ്ലക്സ് 4, ദാറ്റ് ഇസ് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ സൈറ്റോക്രോം C ഓക്സിഡേസ് എന്ന് പറയുന്ന ആ ഒരു കോംപ്ലക്സിനെയാണ് സയനൈഡ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഓൾ ടുഗെദർ ആയിട്ട് പറയുകയാണെങ്കിൽ ഡാഷ് ഇസ് നോട്ട് എൻ ഇൻഹിബിറ്റർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് സ്ട്രെപ്റ്റോമൈസിൻ ആണ്, വിച്ച് ഇസ് നോട്ട് എ ഡയറക്റ്റ് ETC ഇൻഹിബിറ്റർ ആണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഹൗ ദേ വർക്ക്. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് ദ 17th question. And the next question, the concentration of suspension of microorganism can be measured using. Okay, ഏത് മെഷർമെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
So the options are option A turbidimeter, option B nephelometer and option C colorimeter and option D spectrophotometer. So the answer is the concentration of suspension of microorganism can be measured using നമ്മുടെ നെഫ്ലോമീറ്റർ എന്നതാണ് ഓപ്ഷൻ ബി ആയിട്ടുള്ള നെഫ്ലോമീറ്റർ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ വാട്ട് ഇസ് നെഫ്ലോമീറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോർമലി നെഫ്ലോമീറ്റർ എന്ന് പറയുന്നത് ദ നോർമലി യൂസ് ടു മെഷർ ദ കോൺസെൻട്രേഷൻ ഓഫ് എ സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ബൈ ഡിറ്റക്ടിങ് ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ആ ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ കോൺസെൻട്രേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, സോ നെഫ്ലോമെട്രി എന്ന് പറയുന്ന ആ ഒരു ടെക്നിക് അല്ലെങ്കിൽ നെഫ്ലോമെട്രി നമ്മൾ യൂസ് ചെയ്തിട്ട് ലൈറ്റ് സ്കാറ്ററിംഗ് ആ ഒരു ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും, വിച്ച് ഇസ് നോർമലി used for the light scattering നമ്മൾ യൂസ് ചെയ്തിട്ട് which is occurring when a light passes through a suspension ലൂടെ നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് this intensity of scattered light will increases with the number of particles. അത് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിന് എത്രത്തോളം മൈക്രോ ഓർഗാനിസം ഉണ്ട് അത്രത്തോളം സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റിന്റെ ഇന്റൻസിറ്റിയും അവിടെ നമുക്ക് കൂടും. സോ ദിസ് മെത്തേഡ് ഇസ് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഫോർ ലോ കോൺസെൻട്രേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം. ഓക്കെ, സോ അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു മെഷർമെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് നെഫ്ലോമീറ്റർ എന്ന് പറയുന്നത്. സോ ബേസ്ഡ് ഓൺ ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റിന്റെ ആ ഒരു സ്കാറ്ററിംഗ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഡിറ്റക്ഷൻ ചെയ്യുന്നത്, ബട്ട് നോട്ട് അബൌട്ട് ദ അബ്സോർബൻസ് നോക്കിയിട്ടല്ല നമ്മളിവിടെ ലൈക്ക് ഡിറ്റക്ട് ചെയ്യുന്നത് എന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ദെൻ വൈ നോട്ട് ദ അതർ ഓപ്ഷൻസ് എന്ന് നോക്കുകയാണെങ്കിൽ ടർബിഡിമീറ്റർ എന്ന് പറയുന്നത് നോർമലി മെഷർ ദ ടർബിഡിറ്റിനെ മെഷർ ചെയ്യുന്നതാണ് ടർബിഡിമീറ്റർ എന്ന് പറയുന്നത്. ബട്ട് ഡിറ്റക്ട്സ് ദ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ഡിറ്റക്ട് ചെയ്യാറുണ്ട് ട്രാൻസ്മിറ്റഡ് ലൈറ്റിനെ, ബട്ട് ദാറ്റ് ഇസ് ലെസ് പ്രിസൈസ് ആണ്. സോ മേജർലി ഇവർ കൂടുതലും മെഷർ ചെയ്യുന്നത് ടർബിഡിറ്റിനെയാണ് എന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, ദെൻ അടുത്തത് സ്പെക്ട്രോഫോട്ടോമീറ്റർ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോർമലി മെഷറിംഗ് ദ അബ്സോർബൻസിനെയാണ് അവിടെ കൂടുതലും മെഷർ ചെയ്യുന്നുണ്ടാവുക of the suspended particles. Okay, and then colorimeter നോക്കുകയാണെങ്കിൽ that is normally measuring the differences changes in a measure ചെയ്യുന്നതാണ്. So that is about the other options. And colorimetry നമ്മൾ പറയുകയാണെങ്കിൽ that is normally used to measure the absorbance of colored solutions ആണ് of specific wavelengthലുള്ള colored solutionsന്റെ absorbance ആണ് colorimeterൽ നമ്മൾ മെഷർ ചെയ്യാറുള്ളത്. And they are used for chemical solutions. ഒന്നെങ്കിൽ നമ്മൾ ഇവിടെ സസ്പെൻഷൻസ് ആണല്ലോ യൂസ് ചെയ്യാറ്. The concentration of a suspension of microorganism ആണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഈ കളറിമീറ്ററിൽ നമ്മൾ മേജർലി that is used for chemical solutionsനാണ് യൂസ് ചെയ്യുക, not for suspensions ആണ്. So microbial suspensions are not ഒരു necessarily colored ആയിട്ട് നമ്മൾ ഈ ഒരു ഇതിൽ യൂസ് ചെയ്യാറില്ല. സോ ദാറ്റ് ഇസ് വൈ കളറിമീറ്റർ ഇസ് നോട്ട് ദ ഓപ്ഷൻ. ഓക്കെ, സോ നെഫ്ലോമീറ്റർ ആണ് ദ ബെസ്റ്റ് ചോയ്സ് ആയിട്ടുള്ള ഒരു ആൻസർ ബിക്കോസ് ദേ നോർമലി മെഷർ ദ സ്കാറ്റേർഡ് ലൈറ്റിനെയാണ് മെഷർ ചെയ്യുന്നത് ആൻഡ് ദേ ആർ ഹൈലി സെൻസിറ്റീവ് ഫോർ ദ സസ്പെൻഷൻസിനെയൊക്കെ നമുക്ക് കൂടുതലായിട്ടും മെഷർ ചെയ്യാൻ വേണ്ടി പറ്റാറുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് മോർ ആക്യുറേറ്റ് ആൻഡ് മൈക്രോബിയൽ ക്വാണ്ടിഫിക്കേഷനും അതുപോലെയൊക്കെ നമുക്ക് ഈ ഒരു ടെക്നിക്ക് കൂടുതലും യൂസ് ചെയ്യാറുള്ളതാണ്. So that is the major answer. Okay, so that is about the 19th question. And the 20th question നമുക്ക് നോക്കാം. The least dense lipoprotein LDL proteins ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വരുന്നത് VLDL ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ദാറ്റ് ഇസ് വെരി ലോ ഡെൻസിറ്റി പ്രോട്ടീൻ lipoprotein ആണ് VLDL. ആൻഡ് ഓപ്ഷൻ ബി LDL ഉണ്ട്, ദാറ്റ് ഇസ് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഓപ്ഷൻ സി ക്ലയോമൈക്രോൺസ് ഉണ്ട് ആൻഡ് ഓപ്ഷൻ ഡി HDL ഉണ്ട്, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ലീസ്റ്റ് ഡെൻസ് ലിപ്പോപ്രോട്ടീൻ എന്നാണ്. സോ ക്വസ്റ്റ്യനിൽ ചോദിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ദ ആൻസർ ഇസ് ഓപ്ഷൻ സി ക്ലയോമൈക്രോൺസ് ആണ്. ഓക്കെ, സോ വൈ ക്ലയോമൈക്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ദ ലീസ്റ്റ് ഡെൻസ് ലിപ്പോപ്രോട്ടീൻസ് ആണ് ബിക്കോസ് നമ്മൾ അതിന്റെ ഡെൻസിറ്റി ബേസ് ചെയ്ത് നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ദ റേഷ്യോ ഓഫ് ലിപ്പിഡ് ടു പ്രോട്ടീൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ലീസ്റ്റ് എന്ന് പറയുന്നത് ക്ലയോമൈക്രോൺസിനാണ് ഉള്ളത് ബിക്കോസ് ദേ ആർ ലീസ്റ്റ് ആണ് വിത്ത് ഹയസ്റ്റ് ലിപ്പിഡ് കണ്ടന്റ് ആണ് അവർക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക. ഓക്കെ, VLDL എന്ന് പറയുമ്പോൾ വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ്, LDL എന്ന് പറയുമ്പോൾ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ് ആൻഡ് HDL എന്ന് പറയുമ്പോൾ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ വിച്ച് ഇസ് മോസ്റ്റ് ഡെൻസ് ആണത്. ഓക്കെ, സോ ക്ലയോമൈക്രോൺസ് എന്ന് പറയുന്നവരിൽ ഹയസ്റ്റ് ആയിട്ടുള്ള ട്രൈഗ്ലിസറൈഡ് കണ്ടന്റ് ഉണ്ട് ആൻഡ് ലീസ്റ്റ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ആണ്. സോ ദാറ്റ് വിൽ മേക്ക്
മേക്ക് ദം ലീസ് ഡെൻസ് ആക്കി മാറ്റാറുള്ളത്. VLDL നോക്കുകയാണെങ്കിൽ ദേ ആർ ദാറ്റ് ഇസ് കുറച്ചുകൂടെ ഡെൻസർ ആണ് ദാൻ ക്ലയോമൈക്കോൺസിനെ വെച്ച് നോക്കുമ്പോൾ, ബട്ട് ദേ സ്റ്റിൽ ഹാസ് എ ഹൈ ട്രൈഗ്ലിസറൈഡ് കണ്ടന്റ് ആണുള്ളത്. ആൻഡ് HDL നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഹാവിംഗ് എ ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ആണുള്ളത്. ഓക്കെ, സോ ദ ഫൈനൽ ആൻസർ വരെ ക്ലയോമൈക്കോൺസ് ആണ് ദാറ്റ് ഈസ് ഹാവിംഗ് ദ ലീസ് ഡെൻസ് ലിപ്പോപ്രോട്ടീൻ. ഓക്കെ, then yeah, that's it. And the next question നോക്കുകയാണെങ്കിൽ the coenzyme of pyruvate carboxylase is ഓപ്ഷൻ എ ബയോട്ടിൻ ആണോ, ഓപ്ഷൻ ബി TPP ആണോ, ഓപ്ഷൻ സി coenzyme A ആണോ, ഓപ്ഷൻ ഡി PLP ആണോ എന്നാണ് ആൻസർ വരുന്നത് ക്വസ്റ്റ്യൻസ്. സോ ദ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള ബയോട്ടിൻ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ ബയോട്ടിൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് ദ കോഎൻസൈം ഓഫ് പൈറുവേറ്റ് കാർബോക്സിലേസ് ആണ് വരുന്നത്. സോ നോർമലി നിങ്ങൾക്കറിയാം പൈറുവേറ്റ് കാർബോക്സിലേസ് എന്ന് പറയുന്നത് ഇസ് എൻ എൻസൈം ദാറ്റ് ഇസ് ഇൻവോൾവ് ഇൻ ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ വരുന്ന ഒരു എൻസൈമാണ് പൈറുവേറ്റ് കാർബോക്സിലേസ് എന്ന് പറയുന്നത്. സോ കൺവേർട്ടിംഗ് ദറ്റ് പൈറുവേറ്റ് ഇൻറ്റു ഒക്സാലോ അസറ്റേറ്റ് ആ ഒരു സ്റ്റെപ്പിലാണ് നമുക്ക് ഇവരുടെ ഒരു ആവശ്യം വരുന്നത്. ഓക്കെ, സോ ദിസ് റിയാക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു കാർബോക്സിൽ ഗ്രൂപ്പിനെ നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. സോ ആ കാർബോക്സിൽ ഗ്രൂപ്പ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ബീൻ നോർമലി ഫെസിലിറ്റേറ്റഡ് ബൈ ദ ബയോട്ടിൻ. ബയോട്ടിൻ എന്ന് പറയുന്ന കോഎൻസൈം ആണ് അവിടെ ഒരു കാരിയർ പോലെ ആക്ട് ചെയ്യുന്നത്. സോ ബയോട്ടിൻ ഇസ് എ കോഎൻസൈം ദാറ്റ് ഇസ് നോർമലി ആക്ടിങ് ആസ് എ കാരിയർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ കാർബോക്സിലേഷൻ റിയാക്ഷൻസ്. കാർബോക്സിലേഷൻ റിയാക്ഷനിൽ ഒരു കോഎൻസൈം ആയിട്ട് ഒരു കാരിയർ പോലെ ആക്ട് ചെയ്യുന്നത് ബയോട്ടിൻ ആണ് എന്ന് ഓർത്ത് വെക്കാം. ആൻഡ് വൈ നോട്ട് TPP അല്ലെങ്കിൽ കോഎൻസൈം എ അല്ലെങ്കിൽ PLP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, TPP എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കണം ദാറ്റ് ഇസ് തയാമിൻ പൈറോഫോസ്ഫേറ്റ് ആണ് TPP എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ കോഎൻസൈം ദാറ്റ് ഇസ് ബീൻ നോർമലി ആക്ടിംഗ് ഓൺ പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ്. ഓക്കെ, സോ പൈറുവേറ്റ് കാർബോക്സിലേസിൽ വരുമ്പോൾ അത് ബയോട്ടിൻ ആണ് വിച്ച് ഇസ് നോർമലി ഇൻവോൾവിംഗ് ഇൻ നമ്മുടെ ഗ്ലൂക്കോനിയോജനസിസ് എന്ന ആ ഒരു ടെക്നിക്കിൽ വരുന്നതാണ്. പൈറുവേറ്റിനെ ഓക്സാലോഅസറ്റേറ്റ് ആക്കാൻ വേണ്ടി വരുന്ന ആ സ്റ്റെപ്പിൽ എഡീഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ദാറ്റ് ഇസ് കാർബോക്സിലേഷൻ എന്ന ഒരു പ്രോസസ്സിൽ വരുന്ന ഒരു എൻസൈമാണ് ബയോട്ടിൻ. ബട്ട് TPP എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് നോർമലി ആക്ടിങ് ആസ് എ കോഎൻസൈം ഫോർ പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് അവിടെയാണ് വരുന്നത്. പിന്നെ അതേപോലെ ട്രാൻസ്കീറ്റോലേസ് അതിലൊക്കെ നമുക്ക് വരുന്ന ഒരു കോഎൻസൈമാണ് TPP. ഓക്കെ, ബട്ട് നോട്ട് ഇൻ പൈറുവേറ്റ് കാർബോക്സിലേസ്. ഓക്കെ, ദെൻ നമ്മളുടെ അടുത്തൊരു ഓപ്ഷനാണ് കോഎൻസൈം എ. കോഎൻസൈം എ നോർമലി ഇൻവോൾവ് ചെയ്യുന്നത് എസെറ്റൈൽ ഗ്രൂപ്പ് ട്രാൻസ്ഫറിലാണ് ഇൻവോൾവ് ചെയ്യാറുള്ളത്. നമുക്കറിയാം എസെറ്റൈൽ ഗ്രൂപ്പ് ഒക്കെ വരുന്നത് നമ്മുടെ TCA സൈക്കിളില്ലേ, സിട്രിക് ആസിഡ് ആ ഒരു സൈക്കിളിലേക്കാണ് വരുന്നത്. സോ അതാണ് കോഎൻസൈം എയുടെ വരുന്നത്. ആൻഡ് PLP എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കണം ദാറ്റ് ഇസ് പിറിഡോക്സിൽ ഫോസ്ഫേറ്റ് എന്ന ആളെയാണ് PLP എന്ന് പറയുന്നത്. സോ പിറിഡോക്സിൽ ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ കോഎൻസൈം ദിസ് ഈസ് നോർമലി യൂസ്ഡ് ഫോർ ദ കോഎൻസൈം ഫോർ എമിനോ ട്രാൻസ്ഫറേസസിനാണ് നമ്മൾ അവരെ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻവോൾവ് ഇൻ അമിനോ ആസിഡ് മെറ്റബോളിസത്തിലൊക്കെയാണ് നമ്മൾ PLP പറയാറുള്ളത്. സോ ഇത് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് നമ്മൾ സ്പെസിഫിക്കലി കാർബോക്സിലേഷൻ റിയാക്ഷനിൽ പൈറുവേറ്റ് കാർബോക്സിലേസ് എന്നൊരു സ്ഥലത്ത് നമ്മളത് കോഎൻസൈം ഓഫ് പൈറുവേറ്റ് കാർബോക്സിലേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഓൾവേസ് ബയോട്ടിൻ. ഓക്കെ, സോ ദിസ് ഈസ് ക്ലിയർ ഫോർ യു എന്ന് വിശ്വസിക്കുന്നു. സോ വിൽ കം വിത്ത് ദ നെക്സ്റ്റ് പാർട്ട് ആയിട്ട് അടുത്ത ഇതിൽ വരുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു.